നമസ്കാരം. കൃഷിയാണ് ഇന്നത്തെ ടോപ്പിക്. ശരിക്കും കൃഷി ചെയ്യുക എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിന് സുഖമുള്ള കാര്യമാണ്. ഇന്നിപ്പോ കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ സംസ്ഥാനത്തെയും ബാധിച്ചിരിക്കുന്നു. മുമ്പൊക്കെ ആണെങ്കിൽ ഓരോ സമയത്ത് ഓരോരോ കാലാവസ്ഥ എന്നതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വിത്തിറക്കാനും മറ്റ് കൃഷികൾ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം, അല്ലെ, മഴ വേണ്ട സമയത്ത് മഴയില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ വേണ്ടാത്ത സമയത്ത് നല്ലോണം മഴ പെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന മറ്റൊരവസ്ഥയും. ഏതായാലും കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആദായം അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. പച്ചക്കറി ഇന്നിപ്പോ മാലിന്യം അല്ലെങ്കിൽ ഈ മായമില്ലാത്ത പച്ചക്കറി എവിടെയാണ് കിട്ടാനുള്ളത്? കടകളിൽ നല്ല തുടുത്തിരിക്കുന്നതായിട്ടുള്ള ഓരോരോ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കാണും. നമ്മളത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളും കഴിക്കും, പിള്ളേർക്കും ഒക്കെ കൊടുക്കും. അപ്പോ അതിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? രോഗങ്ങളെ വില കൊടുത്ത് വാങ്ങുകയല്ലേ ചെയ്യുന്നത്. ഇന്നിപ്പോ സകലതും മായ അല്ലെങ്കിൽ മായമാണ്, അല്ലെ? പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ എങ്ങനെ നശിച്ചാലും ഒന്നുമില്ല എന്നുള്ള ഭാവത്തിൽ. അതുകൊണ്ട് തന്നെ പച്ചക്കറികളിലൊക്കെ മായം, അല്ലെ, പഴവർഗ്ഗങ്ങളിലൊക്കെ മായം ആയിട്ടാണ് ഇന്ന് വരുന്നത് എന്നുള്ളതാണ്. എന്നാലും ചുരുക്കം ചില മായമില്ലാത്ത വസ്തുക്കളും നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കാം. അപ്പൊ മായമില്ലാത്തതായിട്ടുള്ള ശുദ്ധമായ പഴങ്ങളും പച്ചക്കറികളും നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മളെ തന്നെ വീട്ടിൽ കൃഷി ചെയ്യണം. ഈ ചാണകവളം ഒക്കെ ഇട്ട്, അല്ലെ, മറ്റ് കീടനാശിനികളൊക്കെ തളിക്കാതെ കണ്ട് പരമാവധി സംരക്ഷിച്ച് കൃഷികൾ നമുക്ക് ചെയ്തു കൂട്ടാം. വൈകുന്നേരങ്ങളിൽ തൊഴിലൊക്കെ കഴിഞ്ഞ് വന്ന് കൃഷിക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ മനസ്സിനൊരു റിലാക്സും കൂടെയാണ് അത്. നമ്മളും, അല്ലെ, വളർന്നു വരുന്ന തലമുറയ്ക്ക് കൃഷി ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കണം. മറ്റ് ദേഹമനങ്ങിയിട്ടുള്ള ഒരു അധ്വാനവും കൂടി ആവും ഇന്ന്. ഇന്നിപ്പോൾ മെഷീനുകളൊക്കെ കണ്ടെത്തിയതോട് കൂടിയിട്ട് ദേഹമനങ്ങിയിട്ടുള്ള പണി ആർക്കും കുറവ് തന്നെയാണ്, അല്ലെ? മുമ്പൊക്കെ നടന്നിട്ട് പോകുന്നു എന്ന് പറയുന്നത് ഇന്നിപ്പോ നടക്കാൻ പോകുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ കൃഷിപ്പണി ഇതൊക്കെ ആവുമ്പോൾ ഒന്ന് ദേഹം അനങ്ങി പണിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ കൃഷിയെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. അതിനിപ്പോ അധികൃതരുടെ സഹായവും നമുക്ക് വേണമെങ്കിൽ കിട്ടും. അപ്പോൾ കർഷകനായിട്ടും നമുക്ക് ജീവിക്കാൻ സാധിക്കണം, അല്ലെ? ഭൂമിദേവി, അല്ലെ, ഭൂമിദേവി ഒരു മാതാവാണ്, അല്ലെ? നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്നതോടുകൂടി ആ ഭൂമിയെ സ്നേഹിക്കലും കൂടി ആവും, മണ്ണിനെ സ്നേഹിക്കലും കൂടിയാവും അത് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.